ഹലോ, ഇപ്പൊ എവിടെ എത്തി? ആ ഹലോ ഹലോ, ദാ ഇവിടെ. അൻവർ. ഞാൻ മായ. മനസ്സിലായി. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയില്ലേ? കുറച്ച്. ഒന്നും കൊടുത്തു വിടണ്ടെന്ന് അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞതാ. കടുമാങ്ങ അച്ചാർ ഇവിടെ കിട്ടാത്ത സാധനം അമ്മയുടെ വിചാരം. വെറുതെ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാൻ. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കാൻ പറ്റൂ. ഇത് കേടുകൂടാതെ കുറെ കാലം ഇരിക്കും അമ്മ പറഞ്ഞിരുന്നു. ആ ധൈര്യത്തിലാ ഇത്തിരി വൈകിച്ചത്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് പാസ്സായി. ജോലി വല്ലതും ശരിയായോ? ഇല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ജോലി തേടി വന്നതല്ല ഞാൻ. ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. അയാളെ കണ്ടെത്തുന്നവരെ പിടിച്ചു നിൽക്കാൻ ജോലി, അത്രേ ഉള്ളൂ. അൻവർ ചെമ്മണ്ണൂരിന്നല്ലേ? അതെ. ആരെ അന്വേഷിച്ചു വന്നു പറഞ്ഞേ? ഒരു മുകുന്ദൻ. മുകുന്ദേട്ടൻ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ആള്. അല്ല, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു. 3 വർഷമായിട്ട് ആളെക്കുറിച്ചൊരു വിവരവുമില്ല. എനിക്കറിയാം മുകുന്ദേട്ടനെ. മുകുന്ദേട്ടനെ അറിയോ? ഇന്ന് കുറച്ചധികം പേഷ്യൻസ് ഉള്ള ദിവസാ. വൈകിട്ട് അബ്രയില് വരും. ശരി. ഇത്രയും ആത്മാർത്ഥതയുള്ള, ഒട്ടും കളങ്കമില്ലാത്തൊരു മലയാളിയെ എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മുകുന്ദേട്ടനെ പോലെ ഒരാളെ ചതിക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെയാ പറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. അവൾ പണവുമായി ചൈനയിലേക്ക് പോയെന്നറിഞ്ഞ് ഷോക്ക്ഡായി നിൽക്കുന്ന മുകുന്ദേട്ടൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യം പോയി അന്വേഷിച്ച സിദ്ധാർത്ഥനാ. പക്ഷെ അയാൾ യൂറോപ്പിലേതോ ബിസിനസ് ടൂറിലാണെന്ന് അറിഞ്ഞത്. പിന്നെ മുകുന്ദേട്ടൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇപ്പോൾ ഒരു പാകിസ്ഥാനി ഫാമിലിയാണ്. പണ്ട് നാട്ടിലെ കടം വീട്ടാൻ അയച്ചുകൊണ്ടിരുന്ന പണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരുന്നു. പക്ഷെ 1 കൊല്ലമായിട്ട് ബാങ്കിലേക്ക് വീണ്ടും കാശ് വരുന്നുണ്ട്. വെസ്റ്റേൺ യൂണിയൻ വഴിയാണ് കാശ് വരുന്നത്. ആ ഒരു സൂചന വെച്ച് അബ്ബാസിനെയും കൂട്ടി ഞാനവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു. പക്ഷെ മുകുന്ദേട്ടൻ്റെ പേരിൽ കാശ് അയക്കുന്നത് മറ്റാരോ ആണ്. ആ ഒരു ഐഡൻറ്റിറ്റി വെച്ച് ഞാൻ അന്വേഷിച്ചെങ്കിലും എവിടെ എത്തിയില്ല. വണ്ടി ശരിയായാൽ അന്വേഷിക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. മുകുന്ദേട്ടനുണ്ട്, എവിടെയോ ഉണ്ട്. കണ്ടുപിടിച്ചേ പറ്റൂ. വരട്ടെ. ശരി. മായ, 4 വർഷമായി അല്ലേ നാട്ടിൽ പോയിട്ട്? ചേച്ചിമാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വീട്ടിലേക്ക് കാശൊന്നും അയക്കണ്ട. സ്വന്തം കാര്യം നോക്കണം. ഉപദേശം എൻ്റെ അല്ല, അമ്മ പറയാൻ ഏൽപ്പിച്ചതാ. അൻവർ, ഞാൻ തന്ന വർഗീസിന്റെ നമ്പർ കയ്യിലില്ലേ? വിളിക്കാൻ മറക്കണ്ട. താമസ സ്ഥലം പല പ്രാവശ്യം മാറിയെങ്കിലും ഇത് കളയാൻ തോന്നിയില്ല. ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഇത് മാത്രം മതി. പണ്ട് കൂട്ടത്തിൽ താമസിച്ചവരൊക്കെ ഓരോ വഴിക്ക് പോയി. പലരും നാട്ടിലേക്ക് മടങ്ങി. പിന്നെ കരീം ഇവിടെ ഒരു ഡാൻസ് ബാർ ജോലി ചെയ്യുന്നുണ്ട്. ആളൊരു യൂസ്ലെസ്സാ. കഷ്ടമായി പോയി. നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വല്ല MLA മന്ത്രിയോന്റെ മനുഷ്യനായിരുന്നല്ലേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നെന്ന് ആലോചിക്കുമ്പോഴാണ്. നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കരുണൻ ദുബായിൽ വന്നാൽ ഞങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കാറുള്ളത്. ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ.
ഡേറ്റ് കഴിഞ്ഞ് ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഡേറ്റ് കഴിഞ്ഞാലും 2 ദിവസത്തേക്കൊന്നും ഇത് കേടാവില്ല. പക്ഷെ കടയിൽ വിറ്റാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അവരടുത്ത് വല്ല പശുവിനെ ആടിനെ വളർത്തുന്ന ഫാമിൽ കൊണ്ടു കൊടുക്കും. ഒരു മൃഗാതുര സേവനം. ഈ കുപ്പൂസൊക്കെ വിറ്റിരുന്ന കാശി നേരെ ഞാൻ വീട്ടിലേക്ക് അയക്കും. അമ്മോസം ഉണ്ടായിരുന്നപ്പോ വീട്ടിലൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവർക്ക് ഞാനല്ലാതെ വേറെ ആരില്ലല്ലോ. Ahoy! കുബൂസ് യാഗിൽ ബഗറേത് എവിടെ ഇയാളെന്നെ കാല് പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ. മുകുന്ദേട്ടാ, ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല. മുകുന്ദേട്ടൻ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെയാ. നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത്. ഇതും ഗൾഫാണ്, കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രം. ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ്. ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു. കരീമിനെ എങ്ങനെ? മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ. നിങ്ങൾ ഇറാഖി പോയില്ലേ? വാ പറയാം. ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആര് മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു. വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെയോ അലഞ്ഞു. വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു. ചിലപ്പോൾ 2-3 ദിവസം പണിയും ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജ്ലിസിൽ കിടക്കുകയാണ് ഞാൻ. അയാൾ എനിക്ക് ഭക്ഷണം തന്നു, കിടക്കാൻ ഇടം തന്നു. ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്നയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് രാവ് പകൽ അധ്വാനം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ, കിണറുണ്ടാക്കിയതുപോലെ. ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് 3 വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്ദേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു. സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലേട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു. ബാങ്ക് മാനേജറെ മുന്നിൽ നിർത്തി സഖാവ് കരുണൻ അല്ല, മന്ത്രി കരുണൻ കളിച്ച കളി. കരുണന് വ്യക്തമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. അതയാൾ നടപ്പിലാക്കി വിജയിച്ചു. ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് നരകിച്ചത്.
അൻവർ, അവള് ഷുമിൻ. അന്ന് അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നറിഞ്ഞ് ചൈനയിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ചോദിക്കാനാ മുകുന്ദേട്ടനെ അന്വേഷിച്ച് അവള് കഫറ്റീരിയയിലേക്ക് വന്നത്. കുറിക്കാശ് അവളെ ഏൽപ്പിച്ച് ജബലലിയിൽ എവിടെ പോകാനുണ്ടായിരുന്നു എന്നാണ് സിദ്ധാർത്ഥൻ അന്ന് എന്നോട് പറഞ്ഞത്. ചൈനക്കാരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ട ശേഷം ജബലലിയിൽ അത്യാവശ്യമായി പോകണമെന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നപ്പോഴെങ്കിലും ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. മുകുന്ദേട്ടൻ അത്യാവശ്യമായി പുറത്തേക്ക് പോയതുകൊണ്ട് കാശ് താൻ തന്നെ കൊടുത്തോളാമെന്നും അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നും സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മുകുന്ദേട്ടനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് ഷുമിൻ പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിന് സമയമായെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു. 我想和母空丹说谢谢。不用不用，我会跟他说的。taxi， 过去，回走吧。拜拜，拜。 ആദ്യം അമ്മാവൻ, പിന്നെ അനന്തരവൻ. സാരമില്ല, നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. തെറ്റെൻ്റെയാണ്, വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ പെൺകുട്ടി ഇപ്പം എവിടെയുണ്ട്? സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് മുകുന്ദേട്ടൻ എങ്ങനെ പ്രതികരിക്കാന്നറിയാത്തോണ്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. മായ,我什么都不知道。മുകുന്ദേട്ടൻ വിചാരിക്കണ പോലെ ഇവള് കമ്മ്യൂണിസ്റ്റ് ആര്യൊന്നും അല്ല. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പോലീസുകാർ പിടിച്ച് തല്ലി ചതച്ചു ഇവളുടെ ബോയ്ഫ്രണ്ടിനെ. ശരീരം തളർന്നു കിടക്കണ അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കാനാ ഇവള് ദുബായിലെത്തിയത്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാലേ ഇവൾക്ക് കലിയ. സഖാവ് കൃഷ്ണപിള്ള EMS ഒക്കെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന് പറഞ്ഞിട്ടിപ്പോ ചൈനീസ് ഭാഷ അറിയാവുന്നതിന്റെ ബലത്തില് ആ സിദ്ധാർത്ഥം പറഞ്ഞ് ഫലിപ്പിച്ചായിരിക്കും ഇതെല്ലാം അല്ലേ? അവന്മാരൊക്കെ ഇപ്പൊ കരീമിന്റെ ഹോട്ടലിലുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികരണന്റെ ഗൾഫ് സന്ദർശനം. പ്രശ്നങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഗൾഫ് മലയാളികളുടെ ഒരു പ്രധാന അസുഖമാണല്ലോ ഇടക്കിടക്ക് പ്രവാസി പുരസ്കാരം എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് പൊന്നില്ലാത്ത പൊന്നാടാ നീക്കലി. അതിനാ അയാൾ വരുന്നത്. അതെ, നാളെ ദേരയിലൊരു പ്രവാസി പുരസ്കാരത്തിന് ഞാനാ ആങ്കർ. നാളെ എത്ര മണിക്ക്? അങ്ങനെ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ ഒന്നാമനായി മാറി ഈ നാടിന്റെയും സ്വന്തം നാടിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ കുഞ്ഞുണ്ണിയെ ആദരിക്കാനുള്ള ഈ ചടങ്ങിൽ അതിഥിയായി എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. കാര്യങ്ങളൊക്കെ അൻവർ പറഞ്ഞു. ഈ ഒളിച്ചോട്ട് എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുകുന്ദ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ?
പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹാളിൽ മന്ത്രി കർണന്റെ പ്രസംഗം നടക്കുക. തൊരപ്പം കുഞ്ഞുണ്ണിക്ക് പൊന്നാട. അടുത്തതായി മലയാളികളുടെ അഭിമാനമായ ശ്രീ കുഞ്ഞുണ്ണിക്ക് പ്രവാസി രത്ന പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങാണ്. അതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കരുണനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കുഞ്ഞുണ്ണിയെയും ക്ഷണിക്കുന്നു. പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ഈ ഊഷരമായ മരുഭൂമിയാണ് എന്നിലെ ബിസിനസ്സുകാരനെ വളർത്തിയത്, എന്നിലെ സാമൂഹ്യ പ്രവർത്തകനെ പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങളുടെ ഈ പ്രോത്സാഹനം എൻ്റെ കരളിനെ കുളിരണിയിക്കുന്നു. നന്ദി, 1000 നന്ദി. മലയാളിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് കവിത വരുന്നു. മലയാള മക്കളിൻ വാത്സല്യം നുകരുമ്പോ മറക്കുന്നു ഞാൻ ഒട്ടകത്തിൻ ചവിട്ടും കള്ളിമുള്ളിനാലേറ്റ കീറലിൽ നീറ്റലും. പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. എൻ്റെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളും അതിൻ്റെ ഓരോ കോപ്പി വാങ്ങി ഈ പാവപ്പെട്ട കലാകാരനെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പുതിയ ആൽബത്തിൻ്റെ പേര് പ്രണയ കല്ലോലിനി. നന്ദി, നമസ്കാരം. മുകുന്ദേട്ടാ, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വന്ന മന്ത്രിസഖാവ് കരീമിന്റെ ഹോട്ടലുകാരെ നടത്തുന്ന ഡെസേർട്ട് ക്യാമ്പ് ഇന്ന് രാത്രിയിലേക്ക് ബുക്ക് ചെയ്തിരിക്കുക. 500 പേർക്കുള്ള ക്യാമ്പ് കുഞ്ഞുണ്ണി മുതലാലും മന്ത്രി കരുണനും ചേർന്ന് വെറും 25 ഗസ്റ്റുകൾക്കായിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാ ബാക്കി 475 രൂപയുടെ കാശ് ചുമ്മാ കൊടുക്കുന്നു നടത്താം. ഏതോ വലിയ ഇരയെ പിടിക്കാനല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. ഹോട്ടലിൽ ഞങ്ങൾ വാച്ച് ചെയ്തപ്പോ വിദേശികളടക്കമുള്ള വമ്പൻ സ്രാവുകളാണ് സഖാവ് കരുണന്റെ വിസിറ്റേഴ്സ്. നമ്മുടെ പാർട്ടിക്ക് ഗൾഫിൽ നല്ല വളർച്ചയാണ് മുകുന്ദേട്ടാ. ഏതായാലും ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുക. മൂന്നാട്ട് വന്നേ, പറയാം. ഗുഡ് ഈവനിങ്. പിന്നെ വിളിക്കേ പ്ലീസ്. Thank you. മാഡം, Thank you so much. പ്ലീസ്. ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയെ കൺവിൻസ് ചെയ്യിക്കണം, പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കണം, പിന്നെ ഇങ്ങനെ ഒരു റയർ മെറ്റീരിയലിന്റെ ഡീലിംഗ് ആവുമ്പോ പൊതുജനങ്ങളെയും പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റിസ്ക് ആണ് എടുക്കുന്നത്. പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് കരുതിയാണോ ഈ ഡീലിൽ ഇറങ്ങി പുറപ്പെട്ടത്? ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തുറപ്പിച്ചാൽ തന്നെ ഈ സായിപ്പ് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നുള്ളതിന് എന്തോ ഉറപ്പ്? കാരണം ഞാൻ അതൊക്കെ ഈ സായിപ്പോട്ട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നിങ്ങൾ പേടിക്കാതിരി, പ്രതിപക്ഷത്ത് ഞങ്ങളൊക്കെ തന്നെയല്ലേ. തുടക്കത്തിൽ ഞങ്ങൾ കുറെ ഒച്ചമ്പോളൊക്കെ ഉണ്ടാക്കും. ആ തീ കിടത്തുന്ന കാര്യം നമ്മളേറ്റു. Be careful. You know where to keep it, right? Okay, Adu. Any problem? Hey, there is no problem. On the whole, he is taking a big risk. So the understanding between us is very important. Everything should be prompt and perfect. We discussed it and decided everything is all right. Yeah. Yes, I know. But this problem. പറഞ്ഞത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സായിപ്പ് കൊണ്ടുവന്ന കാശ് വാങ്ങി വെച്ചിട്ട് കൈ കൊടുക്കാറണ. ഡീൽ സൈൻ ചെയ്യാൻ സായിപ്പിനെ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഡേറ്റ് നാട്ടിൽ ചെന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി. പ്ലീസ് ഗിവ് ഇറ്റ് മാഡം. Okay. Here you go. Thank you. Thank you, madam.